ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ ഫോൺ സംഭാഷണത്തിൽ നടപടി തുടങ്ങി CPI. കമലാ സദാനന്ദനും KM ദിനകരനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. ഒരുപക്ഷെ അത് അവരുടേതാകാൻ സാധ്യതയില്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള പ്രതികരണം വരികയും ചെയ്തതാണ്. പാർട്ടി നടപടിയിലേക്ക് കടന്നോ? അനുജ, ബിനോയ് വിശ്വത്തിനെതിരായിട്ട് നടന്നത് ഒരു ഗൂഢാലോചന എന്നുള്ളതാണ് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ വിഷയത്തെ ഗൗരവമായി കാണാനും നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രണ്ടു പേർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. കമലാ സദാനന്ദനും ദിനകരനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ മറുപടി നൽകണം എന്നുള്ള ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. നടപടി ഇവിടം കൊണ്ട് അവസാനിക്കില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കണം എന്നുള്ള ഒരു ആവശ്യം CPI സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. അത് ഏകാംഗ കമ്മീഷനാകുമോ, ഒന്നിലധികം അംഗങ്ങളുള്ള വലിയൊരു കമ്മീഷനായിരിക്കുമോ എന്നുള്ള കാര്യവും നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളിൽ വിമർശനത്തിന് അവസരമുള്ളപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള തരത്തിലാണ് ഈ വിഷയത്തെ നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗത്തിൽ നോട്ടീസ് നൽകുന്നതും തുടർ നടപടികളിലേക്ക് പോകുന്നതും. പ്രത്യേകിച്ച് സമ്മേളന കാലയളവിൽ നടക്കുന്ന ഈ ഒരു നടപടിയെ പാർട്ടി ഗൗരവത്തോടെ സമീപിക്കുന്നു എന്ന സൂചനയും ഈ നോട്ടീസിന് പിന്നിലുണ്ട്. അനുജ, അതാണ് ഫോൺ സംഭാഷണ വിവാദത്തിലാണ് ഇപ്പോൾ CPI നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രണ്ടുപേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.